റോയൽ എൻഫീൽഡ് ഹണ്ടർ ലൈഫിൽ ഒരിക്കലും എടുക്കുമെന്ന് വിചാരിച്ചൊരു വണ്ടിയല്ലത്. എൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ പോലും ഉണ്ടാകാത്തൊരു വണ്ടിയായിരുന്നു. പക്ഷേ ഒടുവിൽ ഞാനും ഹണ്ടർ എടുത്തു. എൻ്റെ ചെറിയൊരു യൂസർ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ, ഒരു മാസം യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അതാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാനത് ബേസ് മോഡലായിരുന്നു പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. ബേസ് മോഡൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഞാൻ വീണ്ടും അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് മിഡിൽ ഓപ്ഷനിലേക്ക് പോവുകയാണിത്. ഡാപ്പർ വൈറ്റ് എനിക്കത് ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു. 2,14 ഓൺ റോഡ് പ്രൈസ്. കുറച്ച് ആക്സസറീസും കൂടെ ചെയ്തപ്പോൾ, അതായത് പിന്നെ ഒരു വിൻഷീൽഡ് ഞാൻ ഫിറ്റ് ചെയ്തു, എൻജിൻ ഗാർഡ് ഫിറ്റ് ചെയ്തു, ബാക്കിൽ ഒരു സീറ്റ് ഫിറ്റ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു സീറ്റ് കവർ എനിക്ക് അവർ ഓഫറായിട്ട് തന്നു. അങ്ങനെ എല്ലാം കൂടി ഏതാണ്ട് 2,16 1,00,000 തൊട്ട് ബാക്കി ലോൺ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ബേസിക് ഇൻഫർമേഷനായിട്ട് വരുന്നത്. പിന്നെ പറഞ്ഞിട്ട് നമ്മുടെ എൻജിൻ സ്പെസിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ 349 350 cc കറക്റ്റാണ്. 27 Nm ടോർക്കും, പവറാണെങ്കിൽ 20.4 ഏതാണ്ട് ആ റേഞ്ചിൽ വരുന്നത്. വെയിറ്റ് ഉണ്ട്, 150 കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവും. ഇവർ കമ്പനി പറയുന്നത് ഏതാണ്ട് സർട്ടിഫൈഡ് മൈലേജ് 36.2 ഒക്കെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ലോങ് ഡ്രൈവിൽ 45 അടുത്ത് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും എൻ്റെ ഡ്രൈവിംഗ് പാറ്റേൺ അങ്ങനെയാണ്. അല്ല ഒരുപാട് ഭയങ്കര സ്പീഡിൽ കാര്യങ്ങളൊന്നും പോകുന്നില്ല, വളരെ സ്ലോ ആയിട്ടൊക്കെയാണ് പോകുന്നത്. ഒരു 45, 50, 60 റേഞ്ചിൽ സ്മൂത്തായിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആ റേഞ്ച് മൈലേജ് കിട്ടി. സെയിൽസ് പ്രോസസ്സും ബുക്കിംഗ് പ്രോസസ്സൊക്കെ നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരുന്നു. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ 7 ദിവസത്തിൽ വണ്ടി ഇറക്കി തന്നു. എൻ്റെ ആവശ്യങ്ങളനുസരിച്ച് ആ രീതിയിലേക്ക് എന്നെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് വേണ്ട സപ്പോർട്ട്സൊക്കെ അവർ ചെയ്തു തന്നു. എനിക്ക് തളിപ്പറമ്പ് അവിടുത്തെ ഷോറൂം എക്സിക്യൂട്ടീവ് വിപിൻ, പിന്നെ ലോൺ ചെയ്ത് തന്നയാൾ, അവർ 2 പേരുടെയും സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അവരിടയ്ക്ക് വിളിക്കും, വണ്ടി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കും. 500 കിലോമീറ്റർ ആയപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസിന് ഏതാണ്ട് 1,200 രൂപയാണ് വന്നത്. അതിനകത്ത് അത്ര വരുന്നില്ല, പക്ഷേ എന്തോ ഒരു പോളിഷ് കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്തു വളരെ നല്ല ഭംഗിയായിട്ട് തലേദിവസം വിളിച്ച് ബുക്ക് ചെയ്തു. നല്ല നീറ്റായിട്ട് വാഷ് ചെയ്ത് നല്ല വൃത്തിക്ക് വണ്ടി. ഞാൻ ചെറിയ 1-2 കംപ്ലയിൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്, അതെല്ലാം റെഡി ചെയ്ത് വന്നു. ആൻഡ് സർവീസിനും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ കഴിഞ്ഞ ദിവസം പോയി നമ്പർ പ്ലേറ്റും ഫിറ്റ് ചെയ്തു. അത് നമ്പർ പ്ലേറ്റ് വന്നപ്പോൾ കൃത്യമായിട്ട് വിവരം അപ്ഡേറ്റ് ചെയ്ത് വരാൻ പറഞ്ഞു. പോയി അരമണിക്കൂറിൽ അതെല്ലാം ഫിറ്റ് ചെയ്ത് നമുക്ക് അവിടെ പോയിട്ട് ആ ലോഞ്ചിൽ ഇരിക്കാൻ തന്നെയാണെങ്കിലും ഭയങ്കര നല്ലൊരു ഫീൽ ഗുഡ് ആംബിയൻസ് ആണ് അവിടെ. ഇനി ഒരു മാസം യൂസ് ചെയ്തപ്പം എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്ത കാര്യങ്ങൾ പറയാം. ആദ്യം നെഗറ്റീവിൽ തുടങ്ങാം. എപ്പോഴും അങ്ങനെയാണല്ലോ. എനിക്ക് നെഗറ്റീവ് എന്ന് പറയാൻ വലിയതായിട്ടൊന്നും തോന്നിയിട്ടില്ല ഈ ഒരു മാസത്തിൽ. പ്രത്യേകിച്ച് എൻ്റെ ഒരു റൈഡിങ് പാറ്റേൺ കൂടി വെച്ച് നോക്കുമ്പം മറ്റ് പലയിടത്തും നെഗറ്റീവ് കമൻസൊക്കെ ഈ വണ്ടിക്ക് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒന്ന് ഹീറ്റിംഗ് ഇഷ്യൂസാണ് പറയുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂസ് ആയാലും നമ്മൾ കുറച്ച് ദൂരമൊക്കെ കണ്ടിന്യൂസ് ഓടിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വണ്ടിക്ക് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല. പിന്നെ ക്ലൈമറ്റ് ഒരുപാട് നല്ല ടെമ്പറേച്ചറിൽ നിൽക്കുകയാണ്, നമ്മൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാല് കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിത് കുറച്ച് ഓടി കഴിയുമ്പോഴേക്കും അത് നോർമൽ കൂളാകുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ 1 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്നുള്ള എൻ്റെ ഒരു റൈഡിങ് പോളിസിയാണ്, ഒരു പാറ്റേണാണ്. അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ ഉപയോഗിച്ച വണ്ടിക്ക് പോലും ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഒരു പോരായ്മയായി തോന്നിയിട്ടുള്ളത് എൻ്റെ മിററാണ്. മിററിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 മിററും തനിയെ ലൂസാവണം. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വെച്ച പൊസിഷനില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നു. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പൊസിഷനിൽ കൊണ്ടുവരണം, പിന്നെ വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരണം. ആ ഒരു പോരായ്മ മാത്രമേ എനിക്ക് ഇതിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഉള്ളത് വിൻഷീൽഡൊക്കെ ഇൻബിൽട്ടായിട്ട് വരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു ചോയ്സാണ്. ചിലർക്ക് ഇത് നേക്കഡ് ബൈക്കായിട്ട് കാണുന്നതാണ് ഇഷ്ടം, ചിലർക്ക് വിൻഷീൽഡൊക്കെ വെച്ചിട്ട് കാണുന്നതാണ് ഇഷ്ടം. എനിക്ക് കുറച്ചും കൂടെ ഫുള്ളി ഫിറ്റഡ് ആയിട്ട് കുറച്ച് ആക്സസറീസൊക്കെ വന്നിട്ട് കാണുന്നതായിട്ടാണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യം. പിന്നെ ക്രാഷ് കാർഡ് ഇതിൻ്റെ കൂടെ വരുന്നില്ല. ഓക്കെ, ഇങ്ങനെ വലിയ പ്രീമിയം വണ്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ക്രാഷ് കാർഡൊക്കെ നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കാം. എന്തായാലും ഞാനവിടുന്ന് ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഏതാണ്ട് 1,200 കിലോമീറ്റർ ഓടിച്ചു. 40 മുകളിൽ മൈലേജ് എനിക്ക് ആവറേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ റഫ് റൈഡ് ചെയ്തിട്ടില്ല, ഓഫ് റോഡ് പോയിട്ടില്ല, അങ്ങനെ മോശം റോഡിൽ പോയിട്ടില്ല.
1 കിലോമീറ്ററോളം കണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ആകെ ഒരു കുറച്ച് ടാറിങ് ഇല്ലാത്ത വഴി കൂടെ കുറച്ച് മെറ്റിലിട്ട വഴിയിൽ കൂടെ എടുത്തോട്ട് ആ സമയത്ത് കയ്യിൽ കുറച്ച് വൈബ്രേഷൻ വരുന്നുണ്ട്. അത് റോയൽ എൻഫീൽഡിൻ്റെ എന്നല്ല, ഏത് വണ്ടികൾ വന്നാലും ആ ഒരു വൈബ്രേഷൻ ഫീൽ ഉണ്ടാവും. അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടില്ല. കോൾ സ്റ്റാർട്ടിങ് ഇഷ്യൂസൊന്നുമില്ല. രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ ഒരു മിനിറ്റ് 1.5 മിനിറ്റോളം ഞാൻ ഐഡലിങ്ങിൽ വെച്ചതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കുന്നുള്ളൂ കോൾ സ്റ്റാർട്ടിങ്ങിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ റൺ പാറ്റേൺ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ വണ്ടി ഞാൻ ആവറേജ് ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 45 to 60, 65 ആണ്. 70-ന് മുകളിൽ ഒരു തവണയേ കയറിയിട്ടുള്ളൂ. ആ 70-ന് മുകളിൽ കയറിയപ്പോൾ ചെറിയൊരു ഹാൻഡിൽ വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു 60-65 എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു കംഫർട്ട് റൈഡാണ്. നല്ല സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ നല്ല സ്മൂത്ത് റൈഡാണ്. പിന്നെ സീറ്റിംഗ് കംഫർട്ട് നല്ലതാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ ഒരു ഹൈറ്റിനൊക്കെ ഒരു 5 ഫീറ്റ് 5.6 ഒക്കെയുള്ള ഒരാൾക്ക് ഓക്കെയാണ്. 6 ഫീറ്റൊക്കെ ഉള്ളവർക്ക് ചിലപ്പം കുറച്ച് ഭയങ്കര ചെറിയ വണ്ടിയായിട്ടൊക്കെ തോന്നും. പക്ഷേ എന്നെപ്പോലെ ഒരു ആവറേജ് ഹൈറ്റുള്ള ആൾക്കൊക്കെ ഈ വണ്ടി ഭയങ്കര കംഫർട്ടാണ്, ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ ബാക്കിലിരിക്കുന്നവരുടെ ഫീഡ്ബാക്ക് ഞാൻ ചോദിച്ചില്ലായിരുന്നു. ഞാൻ സിംഗിൾ ഡ്രൈവ് പ്രിഫർ ചെയ്യുന്ന ആളാണ്. പൊതുവേ ഞാൻ ബാക്കിലാളെ അധികം ഇരുത്താറില്ല. അപ്പം ബാക്കിലിരിക്കുന്ന കുറച്ച് ദൂരെ ഒരാളെ ഇരുത്തിയിട്ടുള്ളൂ. അപ്പം ഞാൻ അവരോട് ചോദിച്ചില്ല, ഫീഡ്ബാക്ക് ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ബൈക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ റൈഡ് പോകുമ്പോഴായാലും എൻ്റെ ബൈക്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റുള്ള ആളെ ഞാൻ ആരെയും കയറ്റാറില്ല. ലഗേജൊക്കെ വെച്ച് കെട്ടി റൈഡ് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഹൈ പെർഫോമൻസ് വണ്ടി എന്ന് കണക്ക് കൂട്ടാൽ ഡെയിലി യൂസിനും ഇടയ്ക്കൊക്കെയുള്ള ഒരു ലോങ് റൈഡിനും ഒക്കെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമുക്കത്രയും അങ്ങനെ വലിയ ജെർക്ക് ഫീലൊന്നും വണ്ടിയിൽ വരുന്നില്ല. ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേണിന് വലിയ ബുദ്ധിമുട്ടില്ല. ചില സമയത്ത് സെക്കൻഡിൽ നിന്ന് ന്യൂട്രൽ വീണ് ഫസ്റ്റിലോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പ് ഷിഫ്റ്റ് എല്ലാം സ്മൂത്താണ്. പിന്നെ ഡൗൺ ഷിഫ്റ്റാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളത്. എങ്കിലും അതും അത്ര ബുദ്ധിമുട്ടായിട്ട് വരുന്നത് സെക്കൻഡ് ടു ഫസ്റ്റ് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിങ് പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ സ്വിച്ചസ്, ഹാൻഡ്ലിങ് സ്വിച്ചസ് എല്ലാം നല്ലതാണ്, കംഫർട്ടബിളാണ്. ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ മീറ്റർ അത് ഭയങ്കര ഒരു എന്താണ് പറയുന്നത്, ഡിജിറ്റൽ മനലോകം കൂടെ കൂടിയിട്ടുള്ള ഒരു ക്ലാസിക് മീറ്റർ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡാണ്. രാത്രിയൊക്കെ കാണാൻ നല്ല ലൈറ്റിൽ നല്ല വൈറ്റ് ലൈറ്റിൽ നല്ല വിസിബിലിറ്റിയാണ്. ആ മീറ്റർ കാണാൻ ഭയങ്കര നല്ലതാണ്. ക്ലോക്ക് ഉണ്ട്, കിലോമീറ്റർ ആവറേജ് കാണിക്കുന്നില്ല. ട്രിപ്പ് 1 ട്രിപ്പ് 2 ഉണ്ട്, ടോട്ടൽ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, ഫ്യൂവൽ കാണിക്കുന്നുണ്ട്, സ്പീഡ് കാണിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഫീച്ചേഴ്സൊന്നും മിഡിൽ ഓപ്ഷനിൽ വരുന്നില്ല. അഡീഷണൽ ഫീച്ചേഴ്സായിട്ട് ഡബിൾ ചാനൽ ABS വരുന്നുണ്ട്, സർവീസ് ഡ്യൂ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ അനലോഗാണ്, ട്രിപ്പ് മീറ്റർ ഡിജിറ്റലാണ്, ടാക്കോമീറ്റർ ഡിജിറ്റലാണ്. പിന്നെ LED ടൈൽ ലൈറ്റാണ്, ഓഡോമീറ്റർ ഡിജിറ്റലാണ്, ഫ്യൂവൽ ഗേജ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കളർ പാറ്റേൺ പറയുകയാണെങ്കിൽ എക്സാക്റ്റ് കളറിൻ്റെ പേരുകൾ എനിക്ക് പറയാനില്ല, എങ്കിലും ബ്ലാക്ക്, ഒരു ഗ്രേ, പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഡേപ്പർ വൈറ്റ്, പിന്നെ ഒരു റെഡ്, അതിൽ ബ്ലാക്കും കൂടെ കൂടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു ഫാക്ടറി ബ്ലാക്ക്, എനിക്ക് തോന്നുന്നത് അത് ബേസ് മോഡലിലാണ് തോന്നുന്നു വരുന്നത് ഇതിൻ്റെ കൂടെ. പിന്നെ ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട്. പിന്നെ ബ്ലൂ ബ്ലൂ ഉണ്ട്, ബ്ലൂവും അത് ഫുൾ ഓപ്ഷനിലുള്ളൊരു കളറാണ്. ബ്ലൂവും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളത്. ഇത്ര കളേഴ്സാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ബേസിക് യൂസർ എന്ന നിലയിൽ എനിക്ക് അത്ര അപ്ഡേറ്റൊക്കെ ഉള്ളൂ. ഞാൻ വണ്ടി അത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ അപ്ഡേറ്റ്സും റൈഡ് വീഡിയോസൊക്കെ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.
കൊതിച്ചു പോയി